ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് വിശേഷിപ്പിക്കേണ്ടതാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരായ വിജയം. തോൽവികളും പരിശീലകൻ മൈക്കൽ സ്റ്റാറയുടെ പുറത്താകലും മറക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ സമ്മാനമായിരുന്നു മുഹമ്മദൻസിനെതിരായ വിജയം. കൊച്ചിയിലെ നിർണായക മത്സരത്തിൽ മുഹമ്മദൻസിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചു. കളിയുടെ ശൈലിയിൽ വന്ന മാറ്റവും കളിക്കാരുടെ സമീപനത്തിൽ കണ്ട മാറ്റവും ചേർന്ന് സമ്മാനിച്ച ഒരു ഉജ്ജ്വല വിജയം. ഈ സീസണിൽ പതിവിന് വിരുദ്ധമായി ലെഫ്റ്റ് സൈഡിനെ മാത്രം ആശ്രയിക്കാതെ നീങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് മുഹമ്മദൻസിനെതിരെ കണ്ടത്. ഹൈബോൾ ഗെയിമിനെ അമിതമായി ആശ്രയിക്കുന്ന ശീലവും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനും മിഡിലിൽ നിന്നും ചലിച്ചു തുടങ്ങിയിടത്തു നിന്നുമാണ് കേരളം ഒന്നിനു പിറകായി ഒന്നായി സ്കോറിംഗ് അവസരങ്ങൾ തുറന്നെടുത്തത്. സ്റ്റാറയുടെ ശൈലിയിൽ നിന്നും മാറി ഇവാൻ വ്യൂക്കോവിനോവിച്ചിന്റെ ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ കളിരീതി. അഡ്രിയാൻ ലൂണ നീക്കങ്ങളുടെ അമരക്കാരനായി മാറിയതും യുവതാരങ്ങൾ പ്രസരിപ്പോടെ ആത്മവിശ്വാസത്തോടെ കാണപ്പെട്ടതും ഇതിന്റെ അടയാളങ്ങളായി കാണാം. ഈ വിജയം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ടുള്ള യാത്രയിലെ ഒരു ഇന്ധനമാവുന്നു. മത്സരത്തിന്റെ തുടക്കം മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആധിപത്യമായിരുന്നു. ആദ്യ പകുതിയുടെ അധിക സമയത്ത് ലഭിച്ച സുവർണാവസരം പാഴാക്കിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശയായി. 62-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ എടുത്ത കോർണറാണ് ആദ്യ ഗോളിൽ കലാശിച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെയും മുഹമ്മദൻസിന്റെയും താരങ്ങൾക്ക് മുകളിലൂടെ മുഹമ്മദൻ ഗോളി ഭാസ്കർ റോയുടെ കൈകളിലാണ് പന്തെത്തിയത്. പന്ത് പഞ്ച് ചെയ്ത് അകറ്റാൻ റോയി ശ്രമിച്ചെങ്കിലും ടൈമിംഗ് തെറ്റിയതോടെ സ്വന്തം ഗോൾ പോസ്റ്റിലേക്കാണ് പന്ത് പോയത്. സ്കോർ 1-0. 76-ാം മിനിറ്റിൽ തകർപ്പൻ ഹെഡറിലൂടെ പെപ്ര വലകുലുക്കിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിളിച്ചു. എന്നാൽ 80-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡ് 2 കുറൂസിംഗ് ഉയർത്തി നൽകിയ പന്ത് ബോക്സിന് വെളിയിൽ വെച്ച് ഹെഡ് ചെയ്ത് വരയിലെത്തിച്ച് നോഹ സദോയി 2ാം ഗോൾ കേരളത്തിന് വേണ്ടി നേടി. 90-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ സമാന്തരമായി നീട്ടി നൽകിയ പാസിൽ പിഴവുകളിലായ ലക്ഷ്യം കണ്ട് പ്രതിരോധ താരം കോഫ് ബ്ലാസ്റ്റേഴ്സിനായി 3ാം ഗോളും നേടി. ഇതോടെ ഗാലറിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിജയാഘോഷവും തുടങ്ങി. ISLൽ ആദ്യമായി മലയാളി പരിശീലകന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കളത്തിലെത്തിയ മത്സരം കൂടിയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. സഹപരിശീലകൻ പുരുഷോത്തമനാണ് ഈ കളിയിൽ മഞ്ഞപ്പടയെ നിയന്ത്രിച്ചത്. ജയത്തോടെ 13 കളികളിൽ 14 പോയിന്റോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ISL പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്ത് തുടരുകയാണ്. അടുത്ത ഞായറാഴ്ചയാണ് ലീഗിൽ മഞ്ഞപ്പടയുടെ അടുത്ത മത്സരം. ജംഷഡ്പൂർ FC യാണ് എതിരാളികൾ.